നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കാർഷിക മേഖലയെ അവഗണിച്ച കേന്ദ്ര ബജറ്റ് നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പിന് ദോഷം ചെയ്യുന്ന തരത്തിൽ ഹയർ സെക്കൻഡറി മേഖലയോടുള്ള നിഷേധ നയം തിരുത്തണമെന്ന് HSSTA. പ്രശസ്തമായ മച്ചാട് മാമാങ്കം പുന്നമ്പറവ് വിഭാഗം ക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പൊന്നുക്കര സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയെ അവഗണിച്ച കേന്ദ്ര ബജറ്റ് നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ വിഹിതം കുറഞ്ഞു. തിരുത്തലുകൾ ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യവർഗത്തിന്റെ ബജറ്റാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും പ്രഖ്യാപനം. എന്നാൽ കാർഷിക മേഖലയെ പരിഗണിക്കുക പോലും ചെയ്തില്ല. അന്നം മുട്ടുന്ന കർഷകരെ അവഗണിച്ചു. വിളകൾക്ക് ന്യായവില നിയമമായി ഉറപ്പുവരുത്താൻ ശ്രമിച്ചില്ല. നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് 4000 ആക്കണം. റബ്ബറിന്റെ മിനിമം വില 250 രൂപയാക്കണം എന്നീ കേരളത്തിന്റെ ആവശ്യങ്ങൾ നടപ്പാക്കിയില്ല. കാർഷിക മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ ബജറ്റിൽ ഒന്നുമില്ല. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ഫണ്ട് മാറ്റിവെച്ചതായില്ല. രാസവളങ്ങളുടെ ലഭ്യത, സബ്സിഡി വിഷയങ്ങൾക്ക് പരിഹാരമില്ല. കിസാൻ ക്രെഡിറ്റ് കാർഡിലടക്കം ആശങ്കയും അവ്യക്തതയും നിറഞ്ഞ ബജറ്റ്. ദുരന്തം ബാധിച്ച വയനാടിനോട് അവഗണനയുടെ ക്രൂരത കാണിക്കുന്നു. കുന്നോളം ചോദിച്ചിട്ട് കടുകുമണിയോളം പോലും തരുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ കേരളത്തോട് കേന്ദ്രം നിഷേധാത്മക സമീപനം കാണിക്കുകയാണ്. അതേസമയം വൻ നികുതി ഇളവുകൾ നൽകി കസേര ഉറപ്പിക്കുന്ന ഒന്നായി മാത്രം ബജറ്റ് മാറി. വന്യമൃഗശല്യത്തിന് കർഷകർക്ക് സഹായമോ പ്രത്യേക പാക്കേജോ ഇല്ല. രാജ്യത്തിന് മാതൃകയാകുന്ന പല പദ്ധതികളും നടപ്പിലാക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രാധാന്യമോ പിന്തുണയോ ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ തിരുത്തലുകൾ വരുത്താൻ കേന്ദ്രം തയ്യാറാകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ മന്ത്രാലയങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവതരിപ്പിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംസാരത്തിന് മുതിരുന്നത്. 2025-26 യൂണിയൻ ബഡ്ജറ്റ് മിഡിൽ ക്ലാസിൻ്റെ ബജറ്റായിരിക്കും എന്ന് മുൻപേ തന്നെ കേന്ദ്ര ഭരണാധികാരികൾ പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇത് മധ്യവർഗത്തിൻ്റെ ബജറ്റായിരിക്കും എന്നായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ഇതര വിഭാഗം ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കപ്പെടും എന്ന് കരുതുകയും ചെയ്തു. എന്നാൽ ഏറ്റവും സുപ്രധാനമായ മേഖലയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യത്തിനാവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജനതയെ അവഗണിച്ചു ഈ ബജറ്റ് എന്നുള്ളത് അങ്ങേയറ്റം നിരാശ പടർത്തുന്നതും പ്രതിഷേധാർഹവുമായ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കർഷകരില്ല എങ്കിൽ, കൃഷിയില്ല എങ്കിൽ നാടിന് ഭക്ഷണമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. 2050 ആകുമ്പോഴേക്കും ലോകത്തിൻ്റെ ജനസംഖ്യ 1000 കോടി എത്തും എന്ന് കണക്ക് കൂട്ടുമ്പോൾ ലോകം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോഴുള്ളതിനേക്കാൾ ഒരു 75-80% അധികം ഭക്ഷണം ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യവും പ്രത്യേകമായ പരിഗണനയും നൽകി മുമ്പോട്ട് പോകണമെന്ന് ലോകം ചിന്തിക്കുമ്പോഴാണ് ഇന്ത്യ പോലെ ഒരു കാർഷിക രാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരിടത്ത് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനകത്ത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വരുമാനമുള്ളവർക്ക് നികുതി ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവർക്കും അന്നം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് അവഗണന പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട മുഖമുദ്രയായി മാറുന്നത്. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒന്നാണ്. വിളകൾക്ക് നിയമപ്രകാരമുള്ള ഒരു പരിരക്ഷ ലഭിക്കണം. കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും കുറഞ്ഞ വില എന്നുള്ളത്, മിനിമം സപ്പോർട്ട് പ്രൈസ്, വിളകൾക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും ന്യായമായ ഒരു വില അത് ഉറപ്പാക്കണം, അത് നിയമപരമായി ഉറപ്പാക്കണം എന്നുള്ളതാണ്
രാജ്യത്ത് നടക്കുന്ന ഒരു സമരത്തിലൂടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബജറ്റും അതിനെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിഷേധ നയം തിരുത്തണമെന്ന് HSSDA. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പിന് ദോഷം ചെയ്യുന്ന തരത്തിൽ ഹയർ സെക്കൻഡറി മേഖലയോടുള്ള നിഷേധ നയം തിരുത്തണമെന്ന് HSSDA തൃശൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചർച്ചകൾ കൂടാതെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് CM അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ ട്രാൻസ്ഫർ ഉടൻ നടത്തുക, ജീവനക്കാരുടെയും അധ്യാപകരുടെയും തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും കണ്ണൂർ യൂണിവേഴ്സിറ്റി ബിരുദ സിലബസിൽ ലേഖനം ഉൾപ്പെട്ടതിന് എഴുത്തുകാരി ബോബി ടീച്ചർക്ക് സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡ് നൽകി. സമ്മേളനത്തിൽ ഡോക്ടർ SN മഹേഷ് ബാബു, രതി T, വിമൽ ജോസഫ്, റജോ ജോസ്, പ്രീതി E, രാജരാജൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പ്രസിഡന്റായി CM അനന്തകൃഷ്ണൻ, സെക്രട്ടറിയായി വിമൽ ജോസഫ്, ട്രഷററായി ബൈജു ആന്റണി എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രശസ്തമായ മച്ചാട് മാമാങ്കം പുന്നമ്പറമ്പ് വിഭാഗം ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി മനക്കൽ ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി കല്ലൂർ മഠം സുരേഷ് എംബ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കാലത്ത് 4:30 നട തുറന്നു. അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, ഉദയാസ്തമന പൂജ, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ചൊവ്വല്ലൂർ മോഹന വാര്യരുടെ നേതൃത്വത്തിൽ 51 കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളം എന്നിവയുമുണ്ടായി. തുടർന്ന് ക്ഷേത്രത്തിൽ ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം, പൂമൂടൽ, ശ്രീഭൂതബലി, പ്രസാദഊട്ട് വൈകിട്ട് 5-ന് നട തുറന്നു. തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ആറങ്ങോട്ടുകര ശിവനും പെരുമ്പളം ശരത്തും അവതരിപ്പിച്ച ഡബിൾ തായമ്പക എന്നിവ അരങ്ങേറി. വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം നട അടച്ചു. പ്രസിഡന്റ് K. രാമചന്ദ്രൻ, സെക്രട്ടറി TS ജയൻ, ട്രഷറർ CA നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. പൊന്നുകര സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ തിരുനാൾ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഫെബ്രുവരി 1, 2 തീയതികളിലാണ് തിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, അമ്പ് എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടത്തി. വൈകിട്ട് വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നും വാദ്യമേളങ്ങളോടെയുള്ള അമ്പ് സമാപനവും ഉണ്ടായിരുന്നു.
തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, തുടർന്ന് നടത്തിയ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ സിൻഡോ പൊന്തേക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജിമ്മി കല്ലിങ്കൽക്കുടിയിൽ സഹകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മേക്കട്ടി കപ്പേളയിലേക്ക് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും ബാൻഡ് മേളവും ഉണ്ടായിരുന്നു. തിരുനാൾ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ജിമ്മി കല്ലിങ്കൽക്കുടിയിൽ, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ ജോസ് താഴേക്കടൻ, വർഗീസ് കുന്നങ്കട, വിൽസൺ ചിറ്റിലപ്പള്ളി, ബൈജു ചിരമ്പൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുസ്മരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നിനക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിൽ സകല വിശുദ്ധരോടുമൊത്ത് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. ജീവനെ വാർത്തതാ കാണിക്കയായെന്റെ ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ
കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ മാടക്കത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. കോലഴി എക്സൈസ് റേഞ്ച് ഓഫീസർ രതീഷ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. CPIM മാടക്കത്ര ലോക്കൽ സെക്രട്ടറി VS അനൂപ്, വെള്ളാനിക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KG അനൂപ്, 14ാം വാർഡ് മെമ്പറും ഡിവൈഎഫ്ഐ മണ്ണുത്തി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയുമായ KP പ്രശാന്ത് തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി സമുന്നയ ക്ലബിലെ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ മാടക്കത്ര മേഖലാ പ്രസിഡന്റ് AN സേതു സ്വാഗതവും മേഖലാ പ്രസിഡന്റ് ആദർശ് അധ്യക്ഷനുമായി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അക്ഷയ് നന്ദി രേഖപ്പെടുത്തി. മനുഷ്യരെ ആവശ്യമുള്ളൂ 14 കോടി ജനങ്ങളാണ്. ഈ 14 കോടി ഇന്ത്യൻ ജനതയാണ് ഇവിടുത്തെ സമ്പത്ത് കവർന്നെടുത്ത് ഇവിടുത്തെ മത ന്യൂനപക്ഷങ്ങളെ, ദളിതുകളെ, പിന്നോക്കക്കാരെ, പൊതുസമൂഹത്തിന്റെ എല്ലാ അവകാശങ്ങളും കവർന്നെടുത്തുകൊണ്ട് ഇന്ത്യയിലെ 10% അതിസമ്പന്നരാണ് ഈ രാജ്യം കൈയടക്കിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് സാധാരണക്കാരായ പാവപ്പെട്ടവർ, കർഷകർ, തൊഴിലാളികൾ, ദരിദ്രരായ മനുഷ്യർ അവരെല്ലാവരും ഈ വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന MDMA പോലെയുള്ള രാസവസ്തു കഴിച്ച് അവർ അവസാനിക്കണം. അവരുടെ ഫുട്ബോൾ കളിക്കാനുള്ള ശേഷി അവരിൽ നിന്നും ഒരു പക്ഷേ ലയണൽ മെസ്സി ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ നാട്ടിൽ നിന്നും മറ്റൊരു MF ഹുസൈൻ, ഒരു വയലാർ രാമവർമ്മ ഉണ്ടാവാതിരിക്കാൻ, മറ്റൊരു ഷാരൂഖ് ഖാൻ ഉണ്ടാവാതിരിക്കാൻ നാട്ടിൻപുറത്തെ പാവപ്പെട്ട മനുഷ്യരെ ഈ രാസവസ്തു കൊടുക്കുക എന്നുള്ളത് സത്യത്തിലൊരു ആഗോള സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയാണത്. അപ്പൊ ഒരേ സമയം കച്ചവടവും സമ്പത്തുണ്ടാക്കലും, രണ്ടാമത് നമ്മുടെ കലയെ, സംസ്കാരത്തെ, സ്പോർട്സിനെ നശിപ്പിക്കുക എന്നുള്ളതും ഈ ലഹരി മാഫിയയുടെ ലക്ഷ്യമാണത്. ലഹരി മാഫിയയുടെ ലക്ഷ്യം നമ്മളത് പലപ്പോഴും ചർച്ച ചെയ്യില്ല. അപ്പൊ ഈ പ്രശ്നം ഇവിടെ പ്രിവന്റീവ് ഓഫീസർ ആകെ പറയുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ ലഹരി എന്നുള്ളത് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും. അത് സമൂഹത്തിന് ദോഷമാണ്. തമിഴ്നാട്ടിലെ 6 പ്രമുഖ നാച്ചുറോപ്പതി യോഗ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി പുതുക്കോട്ടയിലെ മദർ തെരേസ ഫാർമസി കോളേജിൽ ഏകദിന കപ്പിംഗ് ചികിത്സാ ശില്പശാല നടത്തി. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംരംഭം നടത്തപ്പെടുന്നത്. മദർ തെരേസ മെഡിക്കൽ കോളേജ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗ പുതുക്കോട്ട, ഇന്ദിര ഗണേശൻ നാച്ചുറോപ്പതി യോഗ മെഡിക്കൽ കോളേജ് ട്രിച്ചി, കൊങ്കു നാച്ചുറോപ്പതി യോഗ മെഡിക്കൽ കോളേജ് പെരുന്തുരെ, നന്ദ നാച്ചുറോപ്പതി യോഗ മെഡിക്കൽ കോളേജ് ഈറോഡ്, JSS നാച്ചുറോപ്പതി യോഗ മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ, അണ്ണ നാച്ചുറോപ്പതി യോഗ മെഡിക്കൽ കോളേജ് കുംഭകോണം എന്നീ സ്ഥാപനങ്ങളിൽ നിന്നായി 500ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളും അധ്യാപകരും ശില്പശാലയിൽ പങ്കെടുത്തു. പ്രശസ്ത നാച്ചുറോപ്പതി ഡോക്ടറും അക്യുപങ്ക്ചർ വിദഗ്ധനും ഇന്ത്യൻ നാച്ചുറോപ്പതി ആൻഡ് യോഗ ഗ്രാജുവേറ്റ് മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് കർത്ത വർക്ക്ഷോപ്പ് നയിച്ചു. മദർ തെരേസ കോളേജ് ഡയറക്ടർ T പൂങ്കുണ്ട്രൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ഗണേഷ് അയ്യർ, ഫാർമക്കോളജി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയകൃപ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അക്യുപങ്ക്ചർ ചികിത്സയുടെ ഭാഗമായ കപ്പിംഗ് തെറാപ്പിയെക്കുറിച്ച് കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾ നടക്കേണ്ടതുണ്ടെന്നും മെഡിക്കൽ രജിസ്ട്രേഷനുള്ള ഡോക്ടർമാർ മാത്രമേ കപ്പിംഗ് നടത്തുന്നുള്ളൂ എന്ന നിലയിൽ നിയമനിർമ്മാണം വരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വർക്ക്ഷോപ്പിന് നേതൃത്വം നൽകിയ ഡോക്ടർ ദിനേശ് കർത്ത പറഞ്ഞു. 2019 ശേഷം തൃശൂർ ജില്ല ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ ആർമിയിലേക്കുള്ള അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെബ്രുവരി 7 വരെയാണ് തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ റാലി നടക്കുന്നത്. റിക്രൂട്ട്മെന്റിന്റെ ആദ്യ ദിനമായ ഇന്നലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 284 പേരാണ് പങ്കെടുത്തത്. ഇതിൽ 122 പേർ കായികക്ഷമതാ പരീക്ഷ വിജയിച്ചു. ഇവർക്ക് ഞായറാഴ്ച വൈദ്യപരിശോധന ഉണ്ടായിരുന്നു. റാലിക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ചുരുക്ക പട്ടിക തയ്യാറാക്കും. റാലിക്ക് അതിവിപുലമായ സജ്ജീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ നിന്ന് റാലിക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കാൻ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, ശക്തൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്.
ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം, ആംബുലൻസ് എന്നീ സൗകര്യങ്ങൾ ആർമി റിക്രൂട്ട്മെന്റ് വേദിയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, തൃശൂർ, വയനാട്, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 3381 ഉദ്യോഗാർത്ഥികൾക്കായാണ് റിക്രൂട്ട്മെന്റ് റാലി നടത്തുന്നത്. മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനമായ ഞായറാഴ്ച രാവിലെ നടത്തിയ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ആനാംപറമ്പ് രാമൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ക്ഷേത്രം ഊട്ടുപുരയിൽ നടത്തിയ അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പ്രഭാകരൻ പുതിയ മഠത്തിൽ, വിനോദ് പയ്യനം, കെ വേലായുധൻ, KG സുരേഷ്, സുഗു കട്ടിങ്, അശോകൻ തണ്ടേക്കൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. മേക്കിംഗ് എവറി സെലിബ്രേഷൻ സ്പാർക്കിൾ. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊടുക്കുന്ന 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ. ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് കരുമത്ര ദേശത്തിന്റെ പന്തലിന് കാൽനാട്ടി. ദേശ കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ തടത്തിൽ, സെക്രട്ടറി K സുധീഷ്, ട്രഷറർ K ഉണ്ണികൃഷ്ണൻ നായർ, വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി, K ശ്രീദാസ്, T ഗിരീഷ്, E രാജേഷ്, M അരുൺ, ബാലൻ എടമന, രാമൻകുട്ടി പഞ്ചാരത്ത്, ദേശത്തെ തച്ചന്മാരായ AG രാധാകൃഷ്ണൻ, AP അനൂപ്, KS ബിജു എന്നിവർ നേതൃത്വം നൽകി. 14-ന് വൈകിട്ടാണ് പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം. 15 മുതൽ ദേശത്ത് മാമാങ്ക ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായി കുതിരച്ചവയ പ്രദർശനം, നാടൻ കലാരൂപങ്ങളുമായി നാടുണർത്തൽ, പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് നയിക്കുന്ന ഫ്യൂഷൻ കലാപരിപാടികൾ, പഞ്ചവാദ്യം എന്നിവ ഉണ്ടാകും. 18-നാണ് മാമാങ്കം. മാമാങ്കം കരിമത്ര ദേശത്തിൻ്റെ 2025 മാമാങ്കത്തിൻ്റെ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കാൽനാട്ടിൽ ചടങ്ങ് നടന്നു. അതുപോലെ ഇപ്രാവശ്യം പൂരം അതിഗംഭീരമായിട്ടാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കരിമത്രയുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വനിതാ കമ്മിറ്റിയാണ്. അവർ നമ്മളോട് പൂർവാധികം നല്ല ശക്തിയിലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. എല്ലാം ഭംഗിയായി നടക്കാൻ എല്ലാവരും ഒപ്പം നിൽക്കണം. കരിമത്ര ദേശത്തിൻ്റെ ഈ നല്ലൊരു പൂരച്ചടങ്ങിന് എല്ലാവരും സാക്ഷ്യം വഹിക്കാനായിട്ട് എല്ലാവരും കട്ടിലപ്പൂവം സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ഇടവക പെരുന്നാൾ ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച നടന്ന സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ആഘോഷമായ പെരുന്നാൾ റാസ കട്ടിലപ്പൂവം ചെന്നിക്കര പള്ളിയിൽ സമാപിച്ചു. റവറന്റ് ഫാദർ കുര്യൻ തോണ്ടുകുഴിയിൽ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. പെരുന്നാൾ ദിവസം ആഘോഷമായ പെരുന്നാൾ കുർബാനയ്ക്ക്
റവറൻ ഫാദർ ജിജി ഫിലിപ്പ് ചെരുവുപുരയിടം നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പെരുന്നാൾ പ്രദക്ഷിണവും സെമിത്തേരി ധൂപ പ്രാർത്ഥനയും ഇടവകയിൽ സേവനമനുഷ്ഠിച്ച സന്യാസിമാർക്കുള്ള സ്നേഹാദരവും നേർച്ച സദ്യയും കൊടിയിറക്കും ഭക്തിസാന്ദ്രമായി. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അക്ഷരങ്ങളെയും കാക്കുന്നവരാണ്. ദോഷം വിട്ടകന്ന വീട്ടുപറമ്പിലെ കുരുമുളക് പറിക്കുന്നതിനിടെ കർഷകനെ ആക്രമിച്ച മലയണ്ണാനെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പിടികൂടി. മാന്നാമംഗലത്ത് കഴിഞ്ഞ ദിവസം വീട്ടുപറമ്പിലെ കുരുമുളക് പറിക്കുന്നതിനിടെ മാന്നാമംഗലം സ്വദേശി വൈനിലത്തിൽ മത്തായിക്കാണ് മലയണ്ണാന്റെ കടിയേറ്റത്. കുരുമുളക് പറിക്കുന്നതിനിടെ മരത്തിൽ നിന്നും ചാടിയ മലയണ്ണാൻ മത്തായിയുടെ കയ്യിൽ കടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മലയണ്ണാനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നീട് സമീപത്തായി മലയണ്ണാനെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചു. ഈ കൂട്ടിലാണ് ഞായറാഴ്ച ഉച്ചയോടെ മലയണ്ണാൻ കുരുങ്ങിയത്. പിടികൂടിയ മലയണ്ണാനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക മേഖലയെ അവഗണിച്ച കേന്ദ്ര ബജറ്റ് നിരാശാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പിന് ദോഷം ചെയ്യുന്ന തരത്തിൽ ഹയർ സെക്കൻഡറി മേഖലയോടുള്ള നിഷേധ നയം തിരുത്തണമെന്ന് HSSTA. പ്രശസ്തമായ മച്ചാട് മാമാങ്കം പുന്നമ്പറവ് വിഭാഗം ക്ഷേത്ര പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പൊന്നുക്കര സെന്റ് ജോസഫ് പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു.
ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.